ഹലോ, എല്ലാവർക്കും ഷാനേഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ 7 മണി ആയിട്ടോ. നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ നമുക്ക് ഇന്ന് പല്ലേച്ച് കുളിച്ച് റെഡിയാവണം. രാവിലത്തെ ഫുഡ് എൻ്റെ വീട്ടിൽ നിന്നാണ്. ഉച്ചത്തെ സദ്യ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഹസ്ബൻഡിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ബന്ധുവിൻ്റെ വീട്, അമ്മാവൻ്റെ വീടാട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പല്ലേച്ച് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. എൻ്റെ നീടല്ല കേട്ടോ, കണ്ടിട്ട് പേടിക്കണ്ട. അപ്പോൾ ബായ്. ഓണമായതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊന്നും വെക്കാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗാക്കി ചോറും ആക്കിയിട്ടാട്ടോ ഞാൻ പോയത്. നമ്മുടെ വീട്ടിൽ അപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് ചെന്ന് ആദ്യം ഒരു ബീറ്റ്റൂട്ട് ഫേസ് മാസ്ക് ഒക്കെ ഇട്ടു കിട്ടു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം ചെയ്യേണ്ടതാണ്. പക്ഷേ തലേ ദിവസം ഇങ്ങനെ കറങ്ങി കിടന്ന് ഉള്ള വെയിലും ടാനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു. ഇതാട്ടോ ഞാനിട്ട ഡ്രസ്സ്, പട്ടുപാവാടയും ബ്ലൗസാണ് കേട്ടോ. റെഡിയാവുന്നതും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി നമുക്ക് വേഗം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങാവേ. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് മുല്ലപ്പൂ വാങ്ങണമായിരുന്നു കേട്ടോ. മുല്ലപ്പൂ വാങ്ങിച്ചു. പിന്നെ കുറച്ച് പൂക്കൾക്ക് ഇടാനായിട്ടുള്ള പൂവും കാര്യങ്ങളും കുറച്ചും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ റെഡിയായി, വാവേനെ റെഡിയാക്കി, ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി വന്നപ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം കസിൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അത്യാവശ്യം നല്ല വെയിലും നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിൽ. അപ്പം നമ്മൾ ഇറങ്ങി വന്ന പൂക്കളൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ തന്നെ ഏകദേശം വൈകിട്ടുണ്ടായി. അപ്പം നമ്മളൊരു പോണ വഴിക്കൊരു നാരങ്ങ സോഡ ഒക്കെ കൂടിയിട്ടൊരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ദാഹമായിരുന്നു. പിന്നെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാവക്ക് അത് വേണം. വാവ കുടിക്കത്തുമില്ല, അത് കൈ പിടിച്ചുകൊണ്ട് സ്റ്റാച്ചുവിനെ പോലെ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ പോണ വഴിക്ക് അടുത്തെത്താറായപ്പോൾ ഉണ്ടല്ലോ, വാവക്കുള്ള ഡൈപ്പറും ചിങ്ങമ്പഴവും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ മേടിച്ചു. ഡൈപ്പർ പിന്നെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ. പോണ വഴിക്ക് മേടിച്ചുകൊണ്ട് പോകുന്നതാണല്ലോ നല്ലത്. സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ വെക്കാണ്ടിരിക്കുന്നുണ്ട്. ബൈക്കാണെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് പോകണം. ഇതെല്ലാം നമ്മളവിടെ എത്തി. ഒരു ഉച്ചയ്ക്കായപ്പോൾ സദ്യയൊക്കെ കഴിച്ച് വൈകുന്നേരമായപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് അവിടെയൊക്കെ എല്ലാവരും ഉള്ളപ്പോൾ വീഡിയോ എടുക്കാൻ പാടായതുകൊണ്ട് തന്നെ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.